മീര ജാസ്മിൻ മലയാളത്തിൽ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നവയാണ്. നല്ല കഥ അല്ലെങ്കിൽ അഭിനയ ശേഷി പ്രകടിപ്പിക്കാനുള്ള റോള് അങ്ങനെയൊക്കെ. എന്നാൽ തമിഴിലും തെലുങ്കിലും അങ്ങനെ പറഞ്ഞുകൂടാ. വളരെ വലിയ കൊമേഴ്ഷ്യൽ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ തമിഴിലും തെലുങ്കിലും നല്ല പണം കിട്ടുക, ഇവിടെയാണെങ്കിൽ നല്ല നടി എന്ന് പേരെടുക്കുക, അങ്ങനെ ഒരു സമീപനമാണോ? ആയിരിക്കാം. ബാലൻസ് ചെയ്യുന്ന നമുക്കെല്ലാം ആവശ്യമല്ലേ. എക്കോണമിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ബാലൻസ് ചെയ്ത് തന്നെ പോകും. ബിക്കോസ് അവിടെ ചെന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ എക്സ്പെക്ട് ചെയ്യണ്ട, ഇങ്ങനത്തെ റോൾസ് ഒന്നും അധികം എക്സ്പെക്ട് ചെയ്യണ്ട. പിന്നെ നമ്മൾ അവിടെ കിട്ടുന്നതിൽ സന്തോഷമായിട്ടിരിക്കുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം എന്താ പറയുക, ഒരു ഓവർ ഗ്ലാമറസ് ആയിട്ടും പോകത്തില്ല. ബിക്കോസ് എനിക്കും എൻ്റെതായ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം എനിക്ക് ചേരുന്ന അവിടുത്തെ കഥാപാത്രങ്ങൾ കിട്ടും. പിന്നെ മോണിറ്ററി വൈസ് ഓൾസോ ഒക്കെ ഐ എം കംഫർട്ടബിൾ, അതുകൊണ്ട് ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ല കഥാപാത്രം ഇവിടെ ഉണ്ട്, അതിനുള്ളൊരു സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പിന്നെ നമ്മുടെ നാടിനെ കുറിച്ച് എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നാട് തന്നെയാണ്. അതുകൊണ്ട് അല്ലേ? അല്ല, ഈ നാടിനോടുള്ള സ്നേഹം ഈ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ഈ സമ്പത്തൊക്കെ കിട്ടുന്നത് കൊണ്ട് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു തോന്നലുണ്ടോ? ഉണ്ട്. ഐ മീൻ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ബട്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും ലൈഫ് വളരെ ഈ വെറുതെ കൂടി ജീവിച്ചു പോകാൻ താല്പര്യമില്ല. അപ്പം ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ, ഫോക്കസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്യൂച്ചറിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് ചെയ്യും ഞാൻ ചില കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ മനസ്സിലുള്ള ആർട്ടിസ്റ്റിന്റെ ഇനിയുള്ള വളർച്ച, അതിനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? ഇപ്പോൾ പലർക്കും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ബോളിവുഡിൽ പോവുക എന്നാണ്, അല്ലെങ്കിൽ ഹോളിവുഡിൽ പോവുക എന്നുള്ളതാണ്. അപ്പം മീരയ്ക്ക് ഹിന്ദിയിൽ നിന്ന് ക്ഷണം വരാഞ്ഞിട്ടാണോ അതോ പോകാത്തതാണോ? ഹിന്ദിയിൽ നിന്ന് ക്ഷണം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ കംഫർട്ടബിൾ അല്ല എന്നുള്ള രീതിയിൽ, ഐ എം നോട്ട് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ അതിനെ വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിധിയിൽ വിശ്വസിക്കും, ഡെസ്റ്റിനിയില്ല. ആ വിധിയാണ് എന്നെ ഇന്നൊരു നടിയാക്കി അല്ല ഒരു ആക്ട്രസ് ആക്കി ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നതും ഇനി സംസാരിക്കാനുള്ള ഒരു സന്ദർഭം വന്നതും. ഇനിയും എൻ്റെ ഡെസ്റ്റിനി തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്, എൻ്റെ ഫേറ്റ്. ഇവിടെയും ഒരു വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നുണ്ട്. അതായത് സ്വന്തമായ തീരുമാനങ്ങൾ ഇത്രയും എടുക്കുന്ന ഒരാള് ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് തന്നെ തീരുമാനിക്കാം. എന്റെ ഡെസ്റ്റിനി ഞാൻ തന്നെ തീരുമാനിക്കാൻ എന്റെ ജന്മത്തിൽ, ഈ ഒരു ജന്മം മേ ബി എന്റെ അത് ശരിക്കും ഈ പറഞ്ഞ ഡെസ്റ്റിനിയിലുള്ള വിശ്വാസമല്ല. ഡെസ്റ്റിനി എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ അതാണ് എനിക്ക് എന്റെ വിധിയെ അതാണ്. ഞാൻ അങ്ങനെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കും എന്റെ വിധി. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ തീരുമാനം എടുക്കുന്നത്. സുഹൃത്തുക്കളെയൊക്കെ വളരെ കണിശതയോടുകൂടി തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഈ സ്ക്രീനില് ആരെങ്കിലുമായിട്ടൊരു പ്രത്യേക കെമിസ്ട്രി ഉണ്ടെന്ന് സ്വയം തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ആരുടെയെങ്കിലും കൂട്ടത്തിൽ അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധായകന്റെ കൂടെ പോകുമ്പോൾ? കെമിസ്ട്രി ഓഫ് കോഴ്സ് ഡയറക്ടർ സത്യനന്ദിക്കാടിൻ്റെ കൂടെ ഒരു കെമിസ്ട്രി ഉണ്ട് ആസ് എ ഡയറക്ടർ. പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ മാധവന്റെ കൂടെ ഒരു നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ടെന്ന് എല്ലാവരും പറയും. പിന്നെ ലാലേട്ടൻ്റെ കൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. മോഹൻലാലിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്. രസതന്ത്രം എന്ന് അങ്ങനെ സത്യനങ്ങളൊരു പേര് വിട്ടു, കെമിസ്ട്രി എന്നുള്ള പേരും. ഇഷ്ട സംവിധായകൻ അല്ലെങ്കിൽ ഇഷ്ട നായകൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇഷ്ട ദൈവവും മീരയ്ക്കുണ്ടോ? ഇപ്പോൾ മൂകാംബികയിൽ പോകും, അതുപോലെ തന്നെ പരുമലപ്പള്ളിയിലും പോകും. ഇടയ്ക്ക് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ചെന്നതൊരു വിവാദമായിരുന്നു. അപ്പോൾ ആരാണ് ഇഷ്ട ദൈവം? എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഇതൊക്കെ ഞാൻ പറട്ടെ, യേശുവിൽ വിശ്വസിക്കുന്നു, മൂകാംബി അമ്മയിൽ വിശ്വസിക്കുന്നു. ഞാൻ പരുമലപ്പള്ളിയിൽ പോകുമ്പം അവിടെ ഞാൻ യേശുവിനെ കാണും, അവിടെ മൂകാംബി അമ്മയെ കാണും, അവിടെ അള്ളാഹുവിനെ കാണും, എല്ലാവരെയും കാണും. അങ്ങനെ കണ്ണടിച്ചിട്ടാണ് ഞാൻ എവിടെ ഒരു യാത്ര തിരിക്കുമ്പോൾ എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ. എന്ത് യാത്ര തിരിക്കുമ്പോൾ ഇവിടെ പോവുകയാണെങ്കിൽ എല്ലാവരെയും മനസ്സിൽ ധ്യാനിക്കും. ഒരു ഷോട്ട് ചെയ്യുമ്പം എല്ലാവരെയും മനസ്സിൽ ധ്യാനിക്കും. ഇവരൊക്കെ ഈ ശക്തികളാണ് നമ്മൾ പല രീതിയിൽ കാണുന്നു എന്ന് മാത്രം. ഈ മലയാള സിനിമയിൽ ഇന്ന് കാണുന്ന ഈ മീര ജാസ്മിൻ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച മറ്റൊരു മീര ജാസ്മിനായി മാറുമോ ഇനി? 5 years ബാക്ക് അല്ലെ 7 years ബാക്ക് ഞാൻ എന്താണെന്നുള്ളത് അതിൽ ഒത്തിരി മാറ്റം എനിക്കിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഒരു 5 years കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് നമ്മളെ റിഫൈൻ ചെയ്യും. സ്വർണ്ണം ഉരുക്കി ഇറ്റ് ബിക്കംസ് പ്യുവർ എന്ന് പറയുന്ന പോലെ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കും, നമ്മൾ കുറച്ചുകൂടെ പ്യുവർ ആവും. ഒരിക്കലും നമ്മുടെ ജീവിതം പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. സോ വി കീപ് ഓൺ ലേണിംഗ്. ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അബദ്ധത്തിൽ ചെന്ന് ചാടും. പിന്നെ ഞാൻ തന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മുടെ വിധി അതിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ,
പിന്നെ ഓക്കെ അത് ഏറ്റെടുത്ത് നമ്മൾ പിന്നെ അടുത്ത് ആ ഒരു തവണ സംഭവിച്ച അബദ്ധം പിന്നെ സംഭവിക്കില്ല. നമ്മുടെ അബദ്ധങ്ങളെ ന്യായീകരിക്കാനുള്ള ഒരു നിമിത്തമാണ് ശരിക്കും വിധി. അങ്ങനെയാണെങ്കിൽ അതും ആയിരിക്കാം, എന്തിനു ഞാൻ കള്ളം പറയുന്നു, അതും ആയിരിക്കാം. പക്ഷെ വിധിയിൽ എന്തിനു ഞാൻ ഇത്രയും വിശ്വസിക്കുന്നു എന്ന് വെച്ചാല്, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ സിനിമയിൽ വരുമെന്ന്. ഞാൻ ഒരിക്കലും സിനിമ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമില്ല, സിനിമ വരാൻ വേണ്ടി തയ്യാറെടുപ്പ് എടുത്തിട്ടില്ല, ആരോട് ചാൻസ് ചോദിച്ചിട്ടുമില്ല, ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുമില്ല ഇന്നേ വരെ. അങ്ങനെ ഞാൻ വന്നപ്പോൾ എൻ്റെ വിധിയല്ലേ അത്. ദൈവം എഴുതി വെച്ചാണ് വിധി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും രാജേഷിനോട്ടുള്ളൊരു വ്യക്തിയെ കാണുമെന്ന് വിചാരിച്ചില്ല, അങ്ങനെ ഒരു ഫാമിലിയായിട്ടുള്ള ഒരു ബന്ധം വരുമെന്ന് വിചാരിച്ചില്ല. അതെന്റെ വിധിയല്ലേ. Different people, one home. ManoramaOnline.com, your home